ഈ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആകാശ പ്രതിഭാസത്തിന് ലോകം സാക്ഷ്യം വഹിക്കാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം. സമ്പൂർണ്ണ ചന്ദ്രഗ്രഹണം നടക്കാൻ പോവുകയാണ്. ഭൂമിയുടെ നിഴലിലൂടെ ചന്ദ്രൻ പൂർണ്ണമായും കടന്നുപോകുന്ന ഈ പ്രതിഭാസം ലോകത്തിന്റെ ഭൂരിഭാഗം പ്രദേശത്തുമുള്ള ആളുകൾക്ക് ദൃശ്യമാകും. എന്നാൽ സൂര്യഗ്രഹണം പോലെ ചന്ദ്രഗ്രഹണം നമ്മുടെ കാഴ്ചയെ ബാധിക്കുമോ എന്നാണ് പലർക്കും ആശങ്ക. നേരിട്ടുള്ള സൂര്യപ്രകാശം കണ്ണിന് സ്ഥിരമായ കേടുപാടുകൾ വരുത്തുമെന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും ചന്ദ്രഗ്രഹണത്തിൽ അത് ഉണ്ടാവുകയില്ല. സൂര്യഗ്രഹണം ഏൽക്കുന്നതിൽ ഒട്ടേറെ അപകട സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. അതേസമയം യാതൊരു സംരക്ഷിത ഉപകരണങ്ങളും ഇല്ലാതെ തന്നെ ചന്ദ്രഗ്രഹണം സുരക്ഷിതമായി കാണാൻ കഴിയും. ചില നുറുങ്ങു വിദ്യകൾ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് മികച്ച ഫോട്ടോകളും എടുക്കാൻ സാധിക്കും. ഇന്ന് രാത്രിയിലെ സൂപ്പർ മൂൺ ഗ്രഹണം ഒരു അപൂർവ സംഭവമാണ്. അതുല്യമായ ചിത്രങ്ങൾ എടുക്കാനും നിങ്ങൾക്ക് അവസരം ലഭിക്കും. രാജ്യവ്യാപകമായി ചന്ദ്രഗ്രഹണം ദൃശ്യമായിട്ട് കുറച്ചു കാലമായി. ഇക്കഴിഞ്ഞ മാർച്ചിലാണ് അവസാനത്തെ പൂർണ്ണ ചന്ദ്രഗ്രഹണം ദൃശ്യമായത്. ഇതൊരു പ്രത്യേക നിമിഷമായിട്ടാണ് കണക്കാക്കുന്നത്. ഏഷ്യയിലും യൂറോപ്പിലുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ കാത്തിരുന്ന പ്രതിഭാസമായ സമ്പൂർണ്ണ ചന്ദ്രഗ്രഹണം ഇന്ന് രാത്രിയാണ്. ഇന്ത്യയിലടക്കം ഏഷ്യൻ രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ആഫ്രിക്കയിലും ഓസ്ട്രേലിയയിലുമെല്ലാം ഗ്രഹണം ദൃശ്യമാകും. കേരളത്തിൽ തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ ഗ്രഹണം പൂർണ്ണമായി കാണാനാകും. 2025 സെപ്റ്റംബർ 7-8 തീയതികളിൽ ഒരു പൂർണ്ണ ചന്ദ്രഗ്രഹണം നടക്കുക. ഇന്ത്യൻ സമയം രാത്രി 8:58 ഭൂമിയുടെ നിഴൽ ചന്ദ്രനുമേൽ വീണു തുടങ്ങും. രാത്രി 11:41 ചന്ദ്രൻ പൂർണ്ണമായും മറയ്ക്കപ്പെടുക. 5 മണിക്കൂർ 27 മിനിറ്റും നീണ്ടു നിൽക്കുന്നതാണ് പൂർണ്ണ ചന്ദ്രഗ്രഹണം. ഈ ചന്ദ്രഗ്രഹണം ഒരു ബ്ലഡ് മൂൺ ആയിരിക്കും. ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുമ്പോൾ ചന്ദ്രന് ചുവപ്പ് നിറം ലഭിക്കുന്ന പ്രതിഭാസമാണിത്. 8-ാം തീയതി അർദ്ധരാത്രി കഴിഞ്ഞ് 22 മിനിറ്റ് പിന്നിടുമ്പോൾ ചന്ദ്രബിംബത്തിന് മുകളിൽ നിന്നും നിഴൽ മാറി തുടങ്ങും. 2:25 ഗ്രഹണം പൂർണ്ണമായി അവസാനിക്കും. ചന്ദ്രഗ്രഹണം എങ്ങനെ സംഭവിക്കുന്നു എന്ന് പറയാം. സൂര്യനും ചന്ദ്രനുമിടയിൽ ഭൂമി വരുമ്പോൾ ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുന്നു. ഇങ്ങനെ ചന്ദ്രൻ പൂർണ്ണമായും ഭൂമിയുടെ നിഴൽ മറയുമ്പോൾ അതിനെ പൂർണ്ണ ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നു. ഭാഗികമായി മറയുമ്പോൾ അതിനെ ഭാഗിക ചന്ദ്രഗ്രഹണം എന്നും പറയുന്നു. ഗ്രഹണ സമയത്ത് ഭൂമിയിലെ അന്തരീക്ഷ സാഹചര്യങ്ങളെ ആശ്രയിച്ചിരിക്കും ചന്ദ്രന്റെ നിറം. ഭൂമിയുടെ അക്ഷാംശത്തിന്റെ ഏറ്റവും ഇരുണ്ട ഭാഗമായ അക്ഷാംശത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ചന്ദ്രൻ ചുവപ്പിന്റെ സമ്പന്നവും ഇരുണ്ടതുമായ നിറത്തിൽ തിളങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണ് ബ്ലഡ് മൂൺ എന്ന് ചോദിക്കുന്നവർക്കുള്ള ഉത്തരം ഇങ്ങനെയാണ്. പൂർണ്ണ ചന്ദ്രഗ്രഹണ സമയത്ത് ഭൂമി ചന്ദ്രന്റെ അടുത്തേക്ക് എത്തുന്ന സൂര്യരശ്മികളെ തടയുന്നു. എന്നാൽ സൂര്യരശ്മികൾ ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുമ്പോൾ നീല നിറം നഷ്ടപ്പെടുകയും ചുവപ്പ് ഓറഞ്ച് നിറങ്ങൾ ചന്ദ്രനിൽ പതിക്കുകയും ചെയ്യുന്നു. ഇത് കാരണം ചന്ദ്രൻ ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്നു. ഇതിനെയാണ് ബ്ലഡ് മൂൺ എന്ന് പറയുന്നത്. സെപ്റ്റംബർ 7 കാണുന്ന ബ്ലഡ് മൂൺ 82 മിനിറ്റ് നീണ്ടു നിൽക്കും. ലണ്ടനിൽ വൈകുന്നേരം 7:30 7:52 ഇടയിൽ ഗ്രഹണം കാണാം. പാരീസിലും കോക്ടൗണിലും 7:30 മുതൽ 8:52 വരെയും നീണ്ടു നിൽക്കും. ഇസ്താംബുൾ, കൊയ്റോ, നെയ്ബോറി എന്നിവിടങ്ങളിൽ രാത്രി 8:30 മുതൽ 9:52 വരെയും ടെഹ്റാനിൽ 9 മുതൽ 10:22 വരെയും ദൃശ്യമാകും. മുംബൈയിൽ രാത്രി 11 മുതൽ 12:22 വരെ നീണ്ടു നിൽക്കും. ബാങ്കോക്കിൽ പുലർച്ചെ 12:30 മുതൽ 1:52 വരെയും ബീജിംഗ്, ഹോങ്കോങ്, പെർത്ത് എന്നിവിടങ്ങളിൽ പുലർച്ചെ 1:30 മുതൽ 2:52 വരെയും ടോക്കിയോയിലെ 2:30 മുതൽ 3:52 വരെയും സിഡ്നിയിൽ പുലർച്ചെ 3:30 മുതൽ 4:52 വരെയും കാണാനാകും. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്. ഈ ഓണത്തിന് മൈജിയിൽ മൊബൈൽ ഫോണുകളുടെ മാസ് കളക്ഷൻ, മാസ് വിലക്കുറവ്, സൂപ്പർ EMI ഓപ്ഷനുകൾ, ബ്രാൻഡ് ഓഫറുകൾ, ഇതിലെല്ലാത്തിലും ഉപരി മൈജി സ്പെഷ്യൽ ഓണം ഓഫറുകൾ. മൈജി ഓണം മാസ് ഓണം.